കഥയെ ആരംഭിക്കുന്നത് ഇസബൽ എന്ന പേരുള്ള സുന്ദരിയായ ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മാർട്ടിൻ എന്ന പേരുള്ള ഒരു കൗൺസിലറിനെ കുറച്ചു നാളുകളായി അവൾ കാണുന്നുണ്ടായിരുന്നു. അവളുടെ പാരന്റ്സ് ആണ് അവളെ അതിനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. അവൾക്ക് അതിൽ വലിയ താല്പര്യമില്ല. മൊത്തത്തിൽ കുടുംബത്തിനോട്, പ്രത്യേകിച്ച് അച്ഛനോട് ഒരു വൈരാഗ്യബുദ്ധിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൗൺസിൽ ചെയ്യുന്ന വ്യക്തികളെ ടീസ് ചെയ്യാൻ അവൾ പരമാവധി ശ്രമിക്കാറുണ്ടായിരുന്നു. തുടർച്ചയായി താനൊരു സ്വപ്നം കാണുന്നുണ്ട് എന്ന മട്ടിൽ അവളെന്ന് മാർട്ടിനോട് സംസാരിച്ചു. ആ സ്വപ്നങ്ങളിൽ അവൾ വളരെ സമ്പന്നനായ മിഡിൽ ഏജ്ഡ് ആയ ഒരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലായി. ലക്ഷറി ബോട്ടിൽ അയാൾ അവളെ വെക്കേഷന് കൊണ്ടുപോകും. അവരൊന്നിച്ച് എല്ലാ രീതിയിലും ആസ്വദിക്കും, ജീവിതം എൻജോയ് ചെയ്യും. ഇതൊക്കെ വിശദമായി പറഞ്ഞ് മാർട്ടിന്റെ വികാരങ്ങളെ ഉണർത്തിയ ശേഷം മാർട്ടിനെ വല്ലാത്തൊരവസ്ഥയിലെത്തിക്കാൻ തന്റെ ഷർട്ടിന്റെ മുകളിലെ ബട്ടൺ ഒന്നൂരുക വരെ അവൾ ചെയ്തു. മാർട്ടിനാണെങ്കിൽ ആകവല്ലാതായി. താല്പര്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവൾ മാർട്ടിനെ അവഗണിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മാർട്ടിൻ വല്ലാത്ത രീതിയിലായി പോയിരുന്നു. തന്റെ പ്രവൃത്തികൾ തീരെ ശരിയായില്ല എന്ന് മാർട്ടിൻ ചിന്തിച്ചു. പിന്നാലെ മാർട്ടിൻ അവളുടെ അച്ഛനെ വിളിച്ചു. ഫ്രാങ്ക് എന്നായിരുന്നു അയാളുടെ പേര്. ഫ്രാങ്ക് ഒരു അഡ്വക്കേറ്റ് ആണ്, വളരെയധികം സമ്പന്നനും. ഇസബൽ ശരിയാകില്ല. അവൾ കൗൺസിലിങ്ങിനെ മറ്റു രീതികളിലേക്ക് വളച്ചൊടിക്കുകയാണ്. ഇനി എനിക്ക് അവളെ കൗൺസിൽ ചെയ്യാൻ സാധിക്കില്ല, മാർട്ടിൻ വ്യക്തമായി പറഞ്ഞു. ഫ്രാങ്ക് ആകെ അസ്വസ്ഥനായി. തുടർച്ചയായി ഇസബൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറാപ്പിക്ക് വിട്ടാലും അവരെ കൊണ്ടുവരെ ഇനി തെറാപ്പിക്ക് സാധിക്കില്ല എന്ന മട്ടിലേക്ക് ഇസബൽ പറയിപ്പിക്കും വിധം വരുത്തി തീർക്കുന്നു. ഫ്രാങ്കിന്റെ സെക്കൻഡ് വൈഫ് ക്ലോഡിയ ഫ്രാങ്കിന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഫ്രാങ്ക് അസ്വസ്ഥനായത് കണ്ട് ക്ലോഡിയ ഫ്രാങ്കിനെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസബെല്ലുമായി ഒരടുപ്പം വളർത്തിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി നമുക്കൊരു ഫാമിലി ട്രിപ്പ് പോകാം. പറ്റിയാൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക്. അവിടെ കുറച്ചുനാൾ ഇസബെല്ലുമൊത്ത് ചെലവഴിക്കാം. ഒരുപക്ഷെ ഈ അകൽച്ചയൊക്കെ മാറ്റി ഒരു ബോണ്ടിംഗ് ഉണ്ടാക്കാൻ പറ്റിയാലോ. ആദ്യം ഫ്രാങ്കിന് അതത്ര ശരിയാവുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ക്ലോഡിയ നിർബന്ധിച്ചപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്ന് അയാൾക്ക് തോന്നി. പിന്നാലെയായിരുന്നു ഇസബെൽ അങ്ങോട്ടേക്ക് വന്നത്. മാർട്ടിനടുക്കൽ ഇസബൽ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി ചോദിച്ച് ഫ്രാങ്ക് ഇസബലിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അയാൾ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഇസബൽ അതിനെ പ്രതിരോധിക്കാനും ശ്രമിച്ചു. അതാണെങ്കിൽ ഫ്രാങ്കിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചതേയുള്ളൂ. പിന്നാലെ നമ്മളൊന്നിച്ചൊരിടത്തേക്ക് പോവുകയാണെന്നും ട്രിപ്പിന് പാക്ക് ചെയ്യാനും ഫ്രാങ്ക് പറഞ്ഞു. പക്ഷേ ഇസബൽ അതിന് സമ്മതമല്ലെന്ന് പറയുകയായിരുന്നു. അതോടെ ഫ്രാങ്ക് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വന്നില്ലെങ്കിൽ നിനക്ക് തരുന്ന ചെലവുകൾ ഞാൻ കട്ട് ചെയ്യും. അത് കേട്ടതും മറ്റു വഴികളില്ലാതെ അച്ഛന്റെ കൂടെ ട്രിപ്പിന് പോകാൻ അവൾ തയ്യാറായി. വസ്തുക്കൾ പാക്ക് ചെയ്തെടുത്തു. അടുത്ത ദിവസം പുലർച്ചെ അവർ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പോലും ഇസബല് ചോദിച്ചില്ല. അവൾക്കതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ നഗരത്തിൽ നിന്നും മാറി നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. അതൊരു ഫാം ഹൗസ് ആയിരുന്നു. വിവിയൻ എന്ന പേരുള്ള ഒരു ലേഡി അവരെ സ്വാഗതം ചെയ്തു. അവർ താമസിക്കാൻ പോകുന്ന വില്ലയെപ്പറ്റിയും അവിടുത്തെ ഫാംലാൻഡിനെ പറ്റിയുമൊക്കെ അവർ വിശദീകരിച്ചു. ആ എസ്റ്റേറ്റ് വളരെയധികം ലക്ഷറിയസ് ആയിരുന്നു. ഇസബെല്ലിനാണെങ്കിൽ വിവിയന്റെ കൂടെ ഈ പറച്ചിലൊക്കെ കേട്ട് നടക്കുന്നത് വല്ലാതെ ബോറടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നടത്തത്തിനിടയിലാണ് ഇസബെല്ല് സുന്ദരനായ ഒരു യുവാവിനെ കാണുന്നത്. മാറ്റ് എന്നായിരുന്നു അയാളുടെ പേര്. മാറ്റ് അവിടെ ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മാറ്റ് തന്റെ ജോലിക്കാരി ഫാബിയോയെ വിളിച്ച് ചെയ്യേണ്ടുന്ന ജോലികളെപ്പറ്റി പറഞ്ഞുകൊടുത്തു. അവർ തമ്മിൽ സംസാരിക്കുമ്പോ ഫ്രാങ്കിന്റെ ഫാമിലിയുടെ കാര്യം കടന്നു വന്നു. അവർ ഏകദേശം ഒരു മാസക്കാലം അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പെരുമാറ്റം മറ്റും കണ്ടിട്ട് ഒരു മാസമൊക്കെ ഇവിടെ നല്ല രീതിയിൽ അവരുടെ വിസിറ്റ് പോകുന്നു തോന്നുന്നില്ല എന്ന മട്ടിൽ ഫാബിയോ സംശയം പ്രകടിപ്പിച്ചു. സാധാരണയായി പല ഗസ്റ്റുകളും അവിടെ ഒരുപാട് നാൾ അങ്ങനെ തങ്ങാറുണ്ടായിരുന്നില്ല. എന്തായാലും മാറ്റ് അതിന് കാര്യമായ മറുപടിയൊന്നും കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞ് ഇസബെല്ല പൂളിന് സമീപം വെയിൽക്കാന് കിടക്കുകയായിരുന്നു. ഫോൺ നോക്കാൻ എടുത്തപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ഫോണിൽ സിഗ്നൽ ഇല്ല. അതവളെ അക്ഷരാർത്ഥത്തിൽ കുറച്ച് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പാരന്റ്സിനോട് കംപ്ലൈന്റ് ചെയ്യാൻ അവൾ അകത്തേക്ക് ചെന്നു. ഫ്രാങ്കിന്റെയും ക്ലോഡിയയുടെയും അടുത്ത് അവൾ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇതേത് കുഗ്രാമത്തിലാ കൊണ്ടുവന്നിരിക്കുന്നേ? ഇവിടെ ഫോണിന് സിഗ്നൽ പോലും ഇല്ലല്ലോ. പിന്നാലെ പുറത്തേക്ക് പോയി അവൾ മാറ്റിനെ കണ്ട്, ഇവിടെ ഫോൺ സിഗ്നൽ കിട്ടില്ലേ? സിഗ്നൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടോ? എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യണം എന്ന തരത്തിൽ പറഞ്ഞു. പക്ഷേ ഫ്രാങ്ക് അറിയിച്ചു, ഇവിടെ അങ്ങനെ സിഗ്നൽ ഒന്നും കിട്ടില്ല. ഇത് അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇടമാണ്. വളരെ വലിയൊരു ഫാംലാൻഡ് ആണ്. നിങ്ങൾക്കിവിടെ ആസ്വദിക്കാൻ മികച്ച സീനറികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇസബെല്ലയ്ക്ക് ദേഷ്യം വന്നിരുന്നു. പിന്നീട് ഇസബെല്ല പാരന്റ്സുമായി സംസാരിച്ചു. ക്ലോഡിയയുടെ സഹോദരന്റെ വിവാഹം വരികയാണ്. അതിന് അവൾ വരുന്നുണ്ടോ എന്ന് ക്ലോഡിയ അവളോട് ചോദിച്ചു. ഫ്രാങ്കും നിർബന്ധിച്ചു. പക്ഷേ താനില്ലെന്നായിരുന്നു അവളുടെ മറുപടി.
അന്ന് രാത്രിയിൽ വിവിയനും മാറ്റും എല്ലാം അടക്കം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതും തമാശ പറയുന്നതുമൊക്കെ ജനൽ വഴി ഇസബെല്ല നോക്കിക്കണ്ടു. അവരുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും അവരുടെ പാർട്ടി കഴിഞ്ഞു. അവർ പിരിഞ്ഞു പോവുകയായിരുന്നു. ഇസബെല്ലിനെ കണ്ട മാറ്റ് അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇസബൽ കുറച്ച് നിരാശയിലാണ്ടിരുന്നു. മാറ്റ് തനിക്കൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കും എന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ മാറ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ഇസബെല്ല മുറിയിൽ നിന്ന് കണ്ടു. മാറ്റ് നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് കണ്ടപ്പോ ഇസബെല്ലിന് അവനോട് കൂടുതലൊരു താല്പര്യം തോന്നി. അടുത്ത ദിവസമായിരുന്നു വിവാഹത്തിന് ക്ലോഡിയക്കും ഫ്രാങ്കിനും പോവേണ്ടിയിരുന്നത്. ഇസബെല്ലയെ ഒന്നുകൂടി അവർ വന്ന് ക്ഷണിച്ചു. പക്ഷെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അതോടെ ഫ്രാങ്കിനെ പറഞ്ഞയച്ച് ക്ലോഡിയ അവളോട് തനിച്ച് സംസാരിക്കാൻ നിന്നു. ക്ലോഡിയ കാര്യം അവളുടെ സ്റ്റെപ്പ് മദർ ആണ്. പക്ഷെ സ്വന്തം മകളെപ്പോലായിരുന്നു അവർ ഇസബെല്ലയെ കണ്ടിരുന്നത്. ക്ലോഡിയ പറഞ്ഞു, നിന്റെയും അച്ഛന്റെയും ജീവിതത്തിലേക്ക് വന്ന് ഒരു പ്രശ്നം തീർക്കാൻ ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ നിന്നെ എന്റെ മകളെപ്പോലാണ് കാണുന്നത്. എന്റെ ആദ്യ വിവാഹമോചനത്തിന് ശേഷം ഞാൻ ആകെ ആഗ്രഹിച്ചത് നല്ലൊരു കുടുംബത്തിനു വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾ കിട്ടിയപ്പോ അത്തരത്തിൽ തന്നെയാണ് ഞാൻ കരുതുന്നതും. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അത് പറഞ്ഞ ശേഷം ക്ലോഡിയ അവിടെ നിന്ന് പോന്നു. ഫ്രാങ്കും ക്ലോഡിയയും പോയ ശേഷം ഇസബെല്ല ഫാബിയോയുടെയും മാറ്റിന്റെയും അടുത്തെത്തി. തന്നെ ഒന്ന് ടൗണിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പക്ഷെ തനിക്ക് ജോലിയുണ്ട് എന്നായിരുന്നു മാറ്റിന്റെ മറുപടി. ഇനി നിനക്ക് പോകണമെന്നാണെങ്കിൽ നടന്നു പൊക്കോളാനും മാറ്റ് പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ മാറ്റും ഇസബെല്ലും വീണ്ടും കണ്ടു. ഇസബെല്ലെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ഇടവും അവിടുത്തെ ശാന്തതയും ഒന്നും ഇസബെല്ലിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തനിക്ക് വളരെയധികം ബോറടിക്കുന്നുണ്ട് എന്ന് അവൾ അറിയിച്ചു. ഈ ഫാമിൽ ജീവിക്കേണ്ടതെങ്ങനെ എന്നറിയാത്തതിന്റെ കുഴപ്പമാകും. ഈ ഫാമിന്റെ ബ്യൂട്ടിയൊക്കെ നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കൂ. പിന്നെ ഇവിടം വിട്ട് പോവാനേ തോന്നില്ല. കഴിയുമെങ്കിൽ നാളെ രാവിലെ 5 മണിക്ക് എന്റെ കൂടെ ജോയിൻ ചെയ്യ്. നമുക്കൊന്നിച്ച് ഫാം എക്സ്പ്ലോർ ചെയ്യാം. മാറ്റ് അത് പറഞ്ഞതും ഇസബെല്ലിന് കുറച്ച് സന്തോഷം തോന്നി. അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് തന്നെ ഇസബെൽ മാറ്റിനടുത്തേക്ക് എത്തി. തന്റെ ഒപ്പം ജോലിക്കായിരുന്നു മാറ്റ് ഇസബെല്ലിനെ കൂട്ടിയത്. സാധാരണ രീതിയിൽ ഫാമിൽ അവൻ ചെയ്യുന്ന ജോലികൾ ഇസബെല്ലിനെ കൊണ്ടും അവൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഫാമിൽ നിന്ന് ഫ്രൂട്ടുകളൊക്കെ ശേഖരിക്കുക, കളകൾ പറിച്ചു കളയുക, സ്റ്റോറേജ് ഏരിയ ക്ലിയർ ചെയ്യുക എന്നിങ്ങനെ കാര്യങ്ങളായിരുന്നു അവർ ചെയ്തത്. കുറച്ച് കഴിഞ്ഞതും ഫാബിയോയും വിവിയാനും കൂടി വന്ന് ജോയിൻ ചെയ്തു. എല്ലാവരും ഒന്നിച്ചുള്ള ആ സമയം ഇസബെല്ലിനെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു കംപ്ലൈന്റും കൂടാതെ അവൾ ചെയ്തുകൊണ്ടുമിരുന്നു. മാറ്റിനും അവളുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടു. തന്റെ കൂടെ ചേർന്ന് ജോലികൾ ചെയ്തതിന് അവൻ അവളോട് നന്ദി പറഞ്ഞു. പിന്നാലെ തന്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ അവളെ ക്ഷണിക്കുകയും ചെയ്തു. അന്ന് വീട്ടിൽ അവൻ തന്നെ കുക്ക് ചെയ്തിരുന്നു. അതായിരുന്നു അവൾക്ക് വിളമ്പിയത്. ഭക്ഷണം കഴിക്കുമ്പോ മാറ്റിന് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് അവൾ ചോദിച്ചു. മാറ്റിനോട് അവൾക്കുള്ള പ്രണയ താല്പര്യം പ്രകടമായിരുന്നു. മാറ്റ് പറഞ്ഞു, എനിക്കങ്ങനെ ഗേൾഫ്രണ്ട് ഒന്നുമില്ല. ഞാൻ സിംഗിൾ ആണ്. സത്യം പറഞ്ഞ ഒന്നിനും സമയം കിട്ടാറില്ല. ഈ ഫാമിലെ ജോലികളും മറ്റുമായി വളരെയധികം ബിസിയാണ്. അതുകൊണ്ട് തന്നെ ആരെയും മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. താനും സിംഗിൾ ആണെന്ന് പറഞ്ഞ ഇസബൽ അവനുമായി അടുപ്പം സ്ഥാപിക്കാൻ ഒരു ശ്രമവും നടത്തി. പക്ഷേ മാറ്റ് ആകട്ടെ അവളോട് കുറച്ചധികം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് തന്റെ ക്യാബിലേക്ക് പോയി. അടുത്ത ദിവസവും പുലർച്ചെ മാറ്റിനൊപ്പം ജോലി ചെയ്യാൻ ഇസബൽ എത്തിച്ചേർന്നിരുന്നു. അന്നവർ കോഴിമുട്ടകൾ കളക്ട് ചെയ്തു. മറ്റ് ഓരോരോ ജോലികളും തുടർച്ചയായി ചെയ്യാൻ തുടങ്ങി. ഈ സമയമാണ് മാറ്റും വിവിയാനും തമ്മിലുള്ള അടുപ്പം ഇസബൽ ശ്രദ്ധിക്കുന്നത്. ഇസബലിന് അത് കണ്ട് നല്ല കുശുമ്പ് തോന്നി. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോ ഇസബൽ മാറ്റുമായി സംസാരിച്ചിരുന്നു. ഇസബെല്ല് മാറ്റിനെ തന്റെ കൂടെ ഡിന്നറിന് ക്ഷണിച്ചു. ഞാൻ തന്നെയാകും കുക്ക് ചെയ്യുകയെന്നും അവൾ പ്രത്യേകം പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവൾക്ക് കുക്ക് ചെയ്യാനേ അറിവുണ്ടായിരുന്നില്ല. മാറ്റിനെ ക്ഷണിച്ചതാണല്ലോ, കുക്ക് ചെയ്ത് ഭക്ഷണം കൊടുക്കണം എന്ന് അവൾ ഉറപ്പിച്ചു. പിന്നാലെ അവൾ പോയി ഫാബിയോയെ വിളിച്ചുകൊണ്ട് വന്നു. ഫാബിയോയുടെ സഹായത്തോടെ അവൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഫാബിയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൾ ചോദിച്ചു, വിവിയാനും മാറ്റും തമ്മിൽ എങ്ങനെയാ? അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാ? വിവിയാനും മാറ്റും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ അവര് നല്ല ഉറ്റ ചങ്ങാതിമാരാ, ബ്രദറിനെയും സിസ്റ്ററിനെയും പോലെയാ. പിന്നാലെ ഫാബിയോ തന്നെ പറ്റി പറഞ്ഞു. ഫാബിയോ ഒരു മൂവിംഗ് സർക്കസിലെ അംഗമായിരുന്നു. ഒരു സമയത്ത് ഈ വില്ലേജിലേക്കും അവർ എത്തിച്ചേർന്നു. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് സർക്കസ് പ്രകടനം നടത്തുമ്പോ ഫാബിയോക്ക് പരിക്കേറ്റത്. അവന്റെ കാലിന്റെ എല്ലൊടിഞ്ഞു. അതോടെ പിന്നീട് സർക്കസ് കളിക്കാൻ പറ്റാതായി. അപ്പോഴാണ് മാറ്റ് അവന് ഫാമിൽ ഒരു ജോലി ഓഫർ ചെയ്തത്. അന്നു മുതൽ അവൻ ഈ ഫാമിലുണ്ട്. പിന്നീട് മാറ്റ് ഡിന്നറിനെത്തി. അവളോടൊന്നിച്ചിരുന്ന് സംസാരിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ അത് ഫാബിയോ കുക്ക് ചെയ്തതാണ് എന്നൊറ്റയടിക്ക് മാറ്റിന് മനസ്സിലായി. അവനത് പറഞ്ഞപ്പോ ഇസബെല്ലയും അത് സമ്മതിച്ചു. പിന്നാലെ താൻ വിവിയാനും മാറ്റും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവനോട് ചോദിച്ചു എന്ന കാര്യം ഇസബെല്ല പറഞ്ഞു. ആ സമയത്താണ് മാറ്റ് പറയുന്നത്, വിവിയാനും താനും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. ഇത്തവണ ഡിന്നറൊക്കെ കഴിഞ്ഞ് മാറ്റ് യാത്ര പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഇസബെല്ല എഴുന്നേറ്റ് അവനെ ഒന്ന് ഹഗ് ചെയ്തിരുന്നു. പിന്നാലെ അവളോട് യാത്ര പറഞ്ഞ് അവൻ പോയി. ആ ഒരു
ഒരു ഹഗ് അവൾക്ക് വല്ലാത്തൊരു കംഫോർട്ട് ഫീലിംഗ് കൊടുത്തിരുന്നു. പിന്നീടാണ് വിവാഹത്തിനായി പുറത്തു പോയിരുന്ന ക്ലോഡിയയും ഫ്രാങ്കും മടങ്ങിയെത്തുന്നത്. തിരികെ എത്തിയപ്പോൾ അവർ കണ്ട ഇസബെല്ല കൂടുതൽ സന്തോഷവതിയായിരുന്നു. അതുകണ്ട് അവർക്കും സമാധാനവും സന്തോഷവും തോന്നി. അന്ന് പിന്നീട് മാറ്റുമൊത്ത് ഇസബെല്ല നടക്കുകയാണ്. ആ സമയം തന്റെ കുടുംബത്തെപ്പറ്റി അവൾ തുറന്നു പറഞ്ഞു. ക്ലോഡിയ തന്റെ സ്റ്റെപ്പ് മദർ ആണെന്നും 13-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച അമ്മ മരിച്ചതാണെന്നും അതിനുശേഷം അച്ഛൻ ജോലി തിരക്കിലായിരുന്നെന്നും തന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ ഗൗനിച്ചിട്ടേയില്ലെന്നും തന്നെ വളർത്തിയത് ഒരു നാനിയായിരുന്നു എന്നുമൊക്കെയായിരുന്നു അവൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇസബെല്ലയ്ക്ക് പാരന്റ്സിനോട് ഇത്ര ദേഷ്യം എന്ന് ആ സമയം മാറ്റ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. മാറ്റിനോട് ഇസബെല്ലയ്ക്ക് കൂടുതലായി അടുപ്പം തോന്നി തുടങ്ങി. ഫാമിലെ ഓരോ ജോലികളും മാറ്റിനൊപ്പം അവൾ സന്തോഷത്തോടെ ചെയ്തു. എന്തിനേറെ പറയുന്നു, പാരന്റ്സിനെയും അവൾ അതിലേക്ക് കൊണ്ടുവന്നു. പതിയെ പതിയെ തന്റെ പാരന്റ്സുമായുള്ള പ്രശ്നങ്ങൾ ഇസബെല്ല അവസാനിപ്പിച്ചു. അവർക്കിടയിൽ ഒരു സന്തോഷമുടലെടുത്തു. അവർ കളിക്കാനും ചിരിക്കാനുമൊക്കെ ആരംഭിച്ചു. നമുക്കിനി ഒന്നിച്ച് നല്ലൊരു ഫാമിലി ആവാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷ ക്ലോഡിയയും പറഞ്ഞു. അടുത്തൊരു ദിവസം ക്ലോഡിയയെയും ഫ്രാങ്കിനെയും ഇസബെല്ല ഡിന്നറിന് ക്ഷണിച്ചു. താനും വിവിയാനും ചേർന്നാണ് ഭക്ഷണമുണ്ടാക്കുന്നത് എന്നും അവൾ പറഞ്ഞു. അത് കേട്ടതും അവളുടെ പാരന്റ്സിന് സന്തോഷം തോന്നിയിരുന്നു. ഇസബെല്ല കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പോലും അവർക്ക് അതിശയകരമായിരുന്നു. അവരങ്ങനെ സംസാരിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് മഴ പെയ്യാൻ പോകുന്ന കാര്യം വിവിയാൻ തിരിച്ചറിഞ്ഞു. ഡിന്നറൊക്കെ സെറ്റ് ചെയ്തതാണ്, ഇനി എന്തു ചെയ്യും എന്ന് ഇസബെല്ല കൺഫ്യൂസ്ഡ് ആയി. നമുക്കെല്ലാം കളപ്പുരയിലേക്ക് മാറ്റാമെന്നും അവിടെ വെച്ച് ഡിന്നർ കഴിക്കാം എന്നും വിവിയാൻ സജസ്റ്റ് ചെയ്തു. ഇസബെല്ലയും അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ കളപ്പുരയിൽ വെച്ച് എല്ലാവരും ഡിന്നർ കഴിക്കാനിരുന്നു. ആ സമയത്ത് മാറ്റിനൊപ്പം ഫാമിലെ എക്സ്പീരിയൻസിനെ പറ്റി വാതോരാതെ ഇസബെല്ല സംസാരിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ഫ്രാങ്കും ക്ലോഡിയയും എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എന്ന കാര്യം അവൾ തിരക്കി. പിന്നാലെ എങ്ങനെ അവർ വിവാഹത്തിലേക്ക് എത്തി എന്ന കാര്യവും ചോദിച്ചു. ക്ലോഡിയ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ മരണശേഷം സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ എനിക്കൊരു വക്കീലിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനാണ് ഞാൻ ഫ്രാങ്കിനെ മീറ്റ് ചെയ്യുന്നത്. പതിയെ പതിയെ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമുടലെടുത്തു. പരസ്പരം കുറെ തവണ മീറ്റ് ചെയ്ത് ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ചാൽ നന്നാവുമെന്ന് തോന്നിയപ്പോ ഞങ്ങൾ വിവാഹം ചെയ്തു. ക്ലോഡി അങ്ങനെ സംസാരിച്ചിരിക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് 2 കള്ളന്മാർ കടന്നു വന്നു. ഫ്രാങ്കിന്റെയും ക്ലോഡിയുടെയും അടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. കൃത്യസമയത്തായിരുന്നു അങ്ങോട്ടേക്ക് മാറ്റും ഫാബിയോയും കടന്നെത്തിയത്. അവർ കള്ളന്മാരെ ആക്രമിച്ചു. അവരെ കീഴ്പ്പെടുത്തി അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു. പിന്നാലെ മാറ്റ് വന്ന് ഫ്രാങ്കിനോട് നടന്ന കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. ഞാനും ഫാബിയോയും അടക്കം ഇനിമേൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ ശ്രദ്ധിക്കാം എന്നും പറഞ്ഞു. ഫ്രാങ്കും കുടുംബവും കുറച്ച് ഭയപ്പെട്ടിരുന്നു. ആ ഒരു ഭീകരാന്തരീക്ഷം തണുപ്പിക്കാൻ വിവിയാൻ എല്ലാവർക്കും ഒന്നിച്ച് മദ്യപിക്കാം എന്ന് പറഞ്ഞു. പിന്നാലെ എല്ലാവരും ഓരോ ഡ്രിങ്ക് കഴിച്ചു. വീണ്ടും വട്ടം കൂടിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇത്തവണ വിവിയാൻ അവരുടെ കഥ പറയുകയായിരുന്നു. വിവിയാൻ പറഞ്ഞു, ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തിയിരുന്നു. ഒടുവിൽ അത് നല്ലൊരു തുകയ്ക്ക് മറ്റൊരു കമ്പനി ഏറ്റെടുത്തു. കിട്ടിയ ഷെയർ കൊണ്ട് മാറ്റി ഫാം വാങ്ങി. അവന് ഈ സിറ്റി ലൈഫ് ഒന്നും ഇഷ്ടമായിരുന്നില്ല. വിവിയാനിൽ നിന്നും അത് കേട്ട് ഇസബെല്ല അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. പിന്നീട് മാറ്റിനെ അവൾ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ച് അവനോട് ചോദിച്ചു, നിങ്ങളാണ് ഈ ഫാമിന്റെ ഉടമസ്ഥൻ, ഈ വില്ലയുടെ ഉടമസ്ഥൻ എന്നെന്താ എന്നോട് പറയാതിരുന്നത്? എനിക്കെന്നും വേണ്ടിയിരുന്നത് വളരെ സിമ്പിളായ നല്ലൊരു ജീവിതമായിരുന്നു. എന്റെ പണം വെച്ച് ഒരാളും എന്നോട് കൂട്ടുകൂടരുത്, അടുക്കരുത് എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരോടും ഇതെല്ലാം എന്റെയാണെന്ന് പറയാത്തത്. അടുത്ത ദിവസം ഇസബെല്ല തനിച്ചിരിക്കുമ്പോ ക്ലോഡിയ ഫ്രാങ്കുമായി ഇസബെല്ലയുടെ അടുത്തെത്തി. ഫ്രാങ്കിനോട് മകളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു പറഞ്ഞ് ക്ലോഡിയ അവിടെ നിന്ന് പോയി. പിന്നീട് ഫ്രാങ്കും ഇസബെല്ലയും മാറിയിരുന്ന് കുറച്ചുനേരം സംസാരിച്ചു. ഫ്രാങ്ക് പറഞ്ഞു, നിനക്കറിയാമോ, നിന്റെ അമ്മ മറ്റൊരാളുടെ കൂടെ എന്നെ വഞ്ചിച്ചിരുന്നു. ഞാനത് മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും ഞാൻ ഡിവോഴ്സിനൊന്നും പോയില്ല. പകരം ഞാൻ എന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്തു. റിലേഷൻഷിപ്പിൽ ശ്രദ്ധിച്ചതേയില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അമ്മയെയും നിന്നെയും ഞാൻ അവഗണിച്ചു എന്ന് നിനക്ക് തോന്നിയത്. എന്നിരുന്നാലും ഫാമിലിയിൽ നിന്ന് അകലുന്നത് എനിക്ക് കുറ്റബോധമുണ്ടാക്കിയിരുന്നു. ഒരു ദിവസം അവൾ വന്ന് അവൾക്ക് ക്യാൻസർ ആണെന്ന് എന്നോട് പറഞ്ഞു. നിനക്കെന്ന് 13 വയസ്സേയുള്ളൂ. പിന്നാലെ അവൾ ഈ ലോകത്തുനിന്ന് പോയി. എന്നിട്ടും എനിക്ക് നിന്നിലേക്ക് വരാനോ നിന്നെ സ്നേഹിക്കാനോ ഒന്നും പറ്റിയില്ല. അതിലൊക്കെ ഇന്നെനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. കഴിയുമെങ്കിൽ മോൾ എന്നോട് ക്ഷമിക്കണം. ഇനിയെങ്കിലും നിന്റെ കൂടെ നല്ലൊരു ഫാമിലിയായി ജീവിക്കണം എന്നാണ് അച്ഛന്റെ ആഗ്രഹം. അന്ന് ഇസബെല്ലിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അടുത്ത ദിവസം ഇസബെല്ലയും കുടുംബവും ഫാമിൽ നിന്ന് മടങ്ങുകയാണ്. യാത്ര ചോദിക്കാൻ ഇസബെല്ല അവിടെയൊക്കെ മാറ്റിനെ നോക്കി. മാറ്റിനെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. വൈകാതെ പുറപ്പെടേണ്ടുന്ന സമയമായി. ക്ലോഡിയയും ഫ്രാങ്കും വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോ ഫാബിയോയും വിവിയാനും വന്നു. അവർക്കുള്ള യാത്രയയപ്പിന്റെ ഗിഫ്റ്റുകൾ കൊടുത്തു. ഫാബിയോടും വിവിയാനോടും അവൾ യാത്ര ചോദിച്ചു. പോകുന്ന വഴിയിൽ അവൾ ദുഃഖിതയായിരുന്നു. മാറ്റിനെ കാണാൻ പറ്റിയില്ലല്ലോ. ആ പോകുന്ന പാതയിൽ ഫാമിനുള്ളിൽ നിൽക്കുന്ന മാറ്റിനെ അവൾ കണ്ടു. പിന്നാലെ അച്ഛനോട് കാറ് നിർത്താൻ പറഞ്ഞ് അവൾ
ചാടിയിറങ്ങി മാറ്റിനടുത്തേ കൂടി. മാറ്റും ഇസബെല്ലും തമ്മിൽ നല്ലൊരു ഫീലിംഗ്സ് വളർന്നു കഴിഞ്ഞു എന്നതോടെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. പിന്നാലെ ക്ലോഡിയയും ഫ്രാങ്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അച്ഛനടുക്കൽ ഇസബെല്ല പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ മാറ്റിനൊപ്പം ഇവിടെ ജീവിക്കാൻ പോവുകയാണ്. ഫ്രാങ്ക് ആദ്യം കുറച്ച് വല്ലതായിരുന്നു. ഒരു തോട്ടക്കാരന്റെ ഒപ്പം തന്റെ മകള് ജീവിക്കാൻ പോകുന്നു. അയാൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രാങ്ക് പറഞ്ഞു, ഞാൻ വെറും ഒരു തോട്ടക്കാരൻ മാത്രമല്ല, ഈ എസ്റ്റേറ്റും വില്ലയും ഒക്കെ എന്റേതാണ്, ഞാനാണ് ഇതിന്റെ ഓണർ. അത് കേട്ടതും ഫ്രാങ്ക് ഒന്നയഞ്ഞു. മകളുടെ ഡിസിഷൻ റെസ്പെക്ട് ചെയ്ത് മകളെ ഫ്രാങ്കിനൊപ്പം ജീവിക്കാൻ അനുവദിച്ച് അവർ അവിടെ നിന്നും മടങ്ങി. ഫ്രാങ്കും മാറ്റും ഒന്നിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചെറിയൊരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.